ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു AJ റിവ്യൂസ്. മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു പടം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച സൂപ്പർ സിന്ദഗി. ഇതൊരു നടന്ന സംഭവം, അതാണ് അതിൻ്റെ ടാഗ് ലൈൻ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിലെ ഉൾപ്രദേശങ്ങളിലും പിന്നെ കർണാടകത്തിലൊക്കെ കൂടുതൽ കണ്ടുവരുന്ന ഈ നിധി കണ്ടെത്തിയിട്ട് അത് വിറ്റ് തരാം, ആ തട്ടിപ്പ്, ആ കേസുകൾ ഒരുപാട് നടന്ന് അങ്ങനെ കുറേ പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതിനൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഒരു ട്രൂ ഇവൻറ്റ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, അതാണ് ഇവർ ഈ പടത്തിലൂടെ ഉദ്ദേശിച്ചത്. പടത്തിൽ വരുന്നത് നമ്മുടെ മുകേഷ് ഉണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, ജോണി ആൻ്റണി ഉണ്ട്. ഇവരെ കോമ്പിനേഷൻ നല്ല രസമായിരുന്നു. കോമഡീസ് ചിലതൊക്കെ വർക്കൗട്ടായി. പിന്നെ ധ്യാൻ്റെ കോമഡീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മുകേഷ് ധ്യാൻ കോമ്പിനേഷൻ, ഒരു ബ്രദർലി റിലേഷൻഷിപ്പ്, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു പതിഞ്ഞ മട്ടിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സുരേഷ് കൃഷ്ണ വരുന്നുണ്ട്. പുള്ളി എന്താ പറയുക, ഒരു മണ്ടനായ ഒരുപാട് കാശുകാരനായ ഒരു ഡോൺ കഥാപാത്രം. പുള്ളി ആ ക്യാരക്ടർ അടിപൊളിയായി ചെയ്തു. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇതാണ് ഈ പടത്തിൻ്റെ ഒരു തീം. ധ്യാൻ ശ്രീനിവാസൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മൂവി എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഇത് ഭയങ്കര ഒരു അടിപൊളി പടമാണെന്നോ ഒന്നും പറയുന്നില്ല. ഒരു പോപ്കോൺ മൂവി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ടൈം പാസ്സായിട്ട് നമ്മൾ ഫാമിലിയെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് മറന്നു കളയാൻ പറ്റിയ ഒരു മൂവി. സിനിമാറ്റോഗ്രഫിക്ക് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ഒന്നും അല്ലെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിരുന്ന് മറന്നു കളയാൻ പറ്റിയൊരു തമാശ പടം. അതാണ് സൂപ്പർ സിന്ദഗി. സോ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യില്ല. റേറ്റിംഗ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു 2.53. മറ്റൊരു ധ്യാൻ മൂവി, അതാണ് സൂപ്പർ സിന്ദഗി.